ഇന്നത്തെ ലോകത്ത് പെട്രോളും ഡീസലും എങ്ങനെയാണോ അതുപോലെയാണ് നാളത്തെ ലോകത്ത് സെമി കണ്ടക്ടർ എന്ന് തിരിച്ചറിഞ്ഞ നരേന്ദ്രമോദി ഇന്ത്യ ഈ രംഗത്ത് ആഗോള ശക്തിയെ വളർത്താനുള്ള ശ്രമത്തിലാണ്. ഇതിനായി ഇപ്പോൾ സെമി കണ്ടക്ടർ രംഗത്ത് വേണ്ട ചിപ്പുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായ തൈവാൻ, അമേരിക്ക, ജപ്പാൻ എന്നിവരെ ഇന്ത്യയിലെ സെമി കണ്ടക്ടർ പദ്ധതികളിലേക്ക് ആകർഷിക്കാനുള്ള അക്ഷീണ യത്നത്തിലാണ് പ്രധാനമന്ത്രി. മോദിയുടെ സെമി കണ്ടക്ടർ മേഖലയിലെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനി ടാറ്റയാണ്. ഇപ്പോൾ ടാറ്റ 91,000 കോടിയുടെ സെമി കണ്ടക്ടർ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്ലാന്റ് കേരളത്തിലെ മലപ്പുറത്ത് സ്ഥാപിക്കാനാണ് തീരുമാനം. കേരളത്തിന് കൂടി സന്തോഷം പകരുന്നതാണ് ഈ പ്രഖ്യാപനം. പ്രധാന പ്ലാന്റ് ഗുജറാത്തിലെ ധൊലേറയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനുബന്ധ പ്ലാന്റുകളിൽ ഒന്നാണ് കേരളത്തിൽ സ്ഥാപിക്കുക. മലപ്പുറത്തെ ഒഴൂരിലാണ് ടാറ്റയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്ന് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ വെളിപ്പെടുത്തി. ഇക്കാര്യത്തിൽ കേരളത്തിലെ വ്യവസായ മന്ത്രി രാജീവുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തായ്വാന്റെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ വിദഗ്ധരായ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയുമായി സഹകരിച്ചാണ് ടാറ്റയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് ഗുജറാത്തിൽ ഉയരുക. 20,000 യുവാക്കൾക്ക് ജോലി ലഭിക്കുന്ന പദ്ധതിയാണിത്. 5 വ്യത്യസ്ത സാങ്കേതിക വിദ്യകളെ ആസ്പദമാക്കിയുള്ളതായിരിക്കും ധൊലേറയിൽ സ്ഥാപിക്കുന്ന സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ സംവിധാനം. ഗുജറാത്തിലെ ധൊലേറയിലെ പ്രധാന പ്ലാന്റിന് പുറമെ കേരളം, അസം തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ അനുബന്ധ പ്ലാന്റുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ പ്ലാന്റാകും ഗുജറാത്തിലേത്. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുള്ള ഈ പ്ലാന്റിൽ മാത്രം 20,000 പുതിയ തൊഴിലവസരങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ അനുബന്ധ പ്ലാന്റുകളിൽ ഉൾപ്പെടെ 1,00,000-ഓളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും. മലപ്പുറം ജില്ലയിലെ ഒഴൂരിൽ അനുബന്ധ പ്ലാന്റ് ആരംഭിക്കുന്നത് സംബന്ധിച്ച പ്രാരംഭ ചർച്ചകളാണ് നടന്നുവരുന്നത്. ഇതിനുള്ള സ്ഥലം കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടില്ല. വ്യവസായ വകുപ്പുമായുള്ള ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാകുക. ജില്ലയുടെ തീരദേശ ഗ്രാമമായ ഒഴൂർ പഞ്ചായത്ത് താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഉൾപ്പെടുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് 35 കിലോമീറ്ററാണ് ദൂരം. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.